കൊണ്ട കേസ് കൊടുക്കണം മിസ്റ്റർ. എന്നിട്ട് വധശിക്ഷയ്ക്ക് തൂക്കുകയർ വാദിച്ചു കൊടുക്കണം. അല്ലാതെ ഒരു ഫ്ലോറിൽ വന്നിരുന്നിട്ട് അവസരം ലഭിക്കുമ്പോ നട്ടാക്കുരുക്കാത്ത നുണയും വായിൽ കിടക്കുന്ന നാക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് വൃത്തികേടും പറയാന്ന് അങ്ങ് കരുതരുത്. അതിൽ ബി.ജെ.പിയുടെ പ്രതിനിധി ഏറ്റവും ഒടുവിൽ CPIM-നെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പല കാര്യങ്ങളിലും വിളമ്പി വെച്ചിട്ടുള്ള പല നുണകളും അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളായി അവതരിപ്പിച്ചു. അങ്ങനെ സമയം അനുവദിക്കണമെന്ന് നിശ്ചയമായി ഞാൻ അവകാശപ്പെടും. കാരണം ഈ രണ്ടു പ്രതിനിധികളും 10 മിനിറ്റ് വീതം എടുത്ത് നട്ടാൽ കുരുക്കാത്ത പല നുണകളും അതിലേറിയ പങ്കും കോൺഗ്രസ് പ്രതിനിധികളാണെന്നുള്ളതാണ് പ്രത്യേകത. സാധാരണഗതിയിൽ നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കണോ എന്നുള്ളൊരു വാക്യമുണ്ട്. ആ വാക്യം സ്വാഭാവികമായി ഞാനിവിടെ ഓർത്തു. കാരണം എപ്പോഴൊക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച്, ജീവിത പങ്കാളികളെ സംബന്ധിച്ച്, മാതാപിതാക്കളെ സംബന്ധിച്ച് നട്ടാൽ കുരുക്കാത്ത അപഹാസ്യമായ പരാമർശങ്ങളും നുണകളും പറഞ്ഞുകൊണ്ടാണോ നമ്മൾ രാഷ്ട്രീയത്തിൽ സംവദിക്കേണ്ടത്? ഞാൻ സത്യസന്ധമായി എത്ര പേരെ തിരിച്ചു വേണമെങ്കിൽ എനിക്ക് അതേ മാനദണ്ഡമായി സ്വീകരിച്ച എത്ര ആളുകളെ കുറിച്ച് എനിക്ക് പറയാം. എത്ര ആളുകളെ കുറിച്ച് എത്രയോ മര്യാദരഹിതമായ നിലയിലാണ് ഇടപെടുന്നത്. ഒരു ചർച്ചയിൽ എങ്ങനെ ഒരാൾ ഇടപെടാൻ പാടില്ല, ഒരു ചർച്ചയിൽ ഒരാൾ എന്താകാൻ പാടില്ല, ഒരു സംവാദത്തിൽ എങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ദാ ഇങ്ങനെ എന്ന് ഞാൻ മറുപടി പറയും. ഞാൻ മറുപടി പറയുന്നത് മാത്രമല്ല, ഈ ചർച്ച കാണുന്ന പ്രേക്ഷക സമൂഹത്തിന് അക്കാര്യത്തിൽ ഒരു ധാരണയുണ്ടാകും. ഞാൻ സംസാരിച്ചപ്പോൾ മാത്രമല്ലോ അങ്ങിങ്ങനെ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നു, രാഷ്ട്രീയത്തെ അല്പം കൂടെ ദാർശനികമായും ആശയപരമായും മനസ്സിലാക്കാൻ അങ്ങയുടെ അത്ര പാണ്ഡിത്യവും വലിപ്പവും അറിവും ഒന്നും എനിക്കില്ലെങ്കിലും അങ്ങ് അക്കാര്യത്തിൽ ശ്രമിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന ഞാൻ അങ്ങയോട് നടത്തുകയാണ്. കാരണം എന്താണ്, അങ്ങ് ചർച്ച ആരംഭിച്ച് ദീർഘസമയം ആവർത്തിക്കാൻ ശ്രമിച്ചൊരു ആരോപണം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീമതി PP ദിവ്യക്കെതിരെയാണ്. അദ്ദേഹം പറയുന്നു ഏതോ ഒരു KSUവിന്റെ ഉചിതനായ നേതാവ് അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, വൻ അഴിമതി കണ്ടെത്തിയിരിക്കുന്നു, ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അക്കാര്യത്തിൽ അവരെ തൂക്കിക്കൊല്ലാൻ പര്യാപ്തമാകുമാറ് കേസെടുത്ത് ഇപ്പോൾ തന്നെ വിധി പ്രസ്താവത്തിന് യോഗ്യമായ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു, ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ദീർഘസമയം എടുത്തുകൊണ്ട് അദ്ദേഹത്തെയും അവരുടെ കുടുംബത്തെയും ഒക്കെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. കോൺഗ്രസ് നേതാവ് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ തൂക്കിക്കൊല്ലാൻ പര്യാപ്തമായ മുതല് അതല്ലെങ്കിൽ തെളിവ് അങ്ങയുടെ കയ്യിലോ അങ്ങയുടെ ശിഷ്യനായി KSUക്കാരന്റെ കയ്യിലോ ഉണ്ടെങ്കിലേ കൊണ്ട വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നേ. കുറെ കേസ് കൊടുത്തിപ്പോ നല്ല പാണ്ഡിത്യം അവകാശപ്പെടുന്ന പല പ്രമുഖന്മാരും വീട്ടിലിരിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ അഭിഭാഷക പാണ്ഡിത്യത്തിന് അത്രത്തോളം കരുത്തില്ല എന്നാണ് അങ്ങ് കരുതുന്നതെങ്കിൽ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതാവുണ്ടല്ലോ, വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ തുടരെ കേസ് കൊടുത്ത് എന്തിനധികം തൃശൂർ കേരളവർമ്മ കോളേജിൽ 1 വോട്ടിന് തോറ്റ KSUവിനെ കേസ് കൊടുത്ത് 7 വോട്ടിന് തോപ്പിച്ച അഭിഭാഷക പ്രമുഖന്മാരുണ്ടല്ലോ. അതൊക്കെ അങ്ങേക്കാൾ തലമുതിർന്നവരാണെന്ന് അവകാശപ്പെടുന്നവരാണ്. കൊണ്ട കേസ് കൊടുക്കണം മിസ്റ്റർ. എന്നിട്ട് വധശിക്ഷയ്ക്ക് തൂക്കുകയർ വാദിച്ചു കൊടുക്കണം. അല്ലാതെ ഒരു ഫ്ലോറിൽ വന്നിരുന്നിട്ട് അവസരം ലഭിക്കുമ്പോ നട്ടാക്കുരുക്കാത്ത നുണയും വായിൽ കിടക്കുന്ന നാക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് വൃത്തികേടും പറയാമെന്ന് അങ്ങ് കരുതരുത്. അങ്ങനെ പറഞ്ഞാൽ തിരിച്ച് പലതും കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷെ മാതൃഭൂമിയുടെ ചർച്ചാ ഫ്ലോർ ആണെന്നുള്ളതുകൊണ്ട് മര്യാദ ഒരു ബലഹീനതയായിട്ട് കോൺഗ്രസ് പ്രതിനിധി ദയവ് ചെയ്ത് കാണല്. അങ്ങ് മനസ്സിലാക്കണം. മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നു, കുടുംബാംഗങ്ങൾക്കെതിരെ പറയുന്നു, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പറയുന്നു, അവരുടെ കുടുംബാംഗങ്ങളെതിരെ പറയുന്നു. എന്ത് മര്യാദകളും വിളിച്ചു പറയാന്നാണ് അങ്ങ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയത്തെ കാണേണ്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മക്കൾക്ക് കുടുംബത്തിനും പറഞ്ഞതാണല്ലോ. ഇനി അതിന് മറുപടി ശരി, അത് പറഞ്ഞതാണല്ലോ. ഷഫീർ അത് പറഞ്ഞതാണല്ലോ, താങ്കൾ പറഞ്ഞു. ഇനി അതിനുള്ള റെസ്പോൺസ് നികുതി കൊടുക്കുന്ന ഞങ്ങൾക്ക് ചോദ്യം ചോദിച്ചല്ലോ, ഒരുപാട് വട്ടം ചോദിച്ചല്ലോ. ഇനി അതിനുള്ള മറുപടി കേൾക്കും. മറുപടി പറയും. കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അദ്ദേഹം പങ്കെടുക്കുന്ന ഉന്നത യോഗം ആ വിഷയം പറഞ്ഞല്ലോ. ഇനി അതിന് മറുപടി കേൾക്കും. ഇനി അതിനുള്ള മകളെയും കുട്ടിയെയും കൊണ്ടുവന്നിരുത്തി അവഹേളിക്കാൻ ശരി ശ്രീ ഷഫീർ താങ്കൾ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന 12 തവണ പറഞ്ഞല്ലോ. അതിനുള്ള മറുപടി കൂടി പറയട്ടെ. ശരി, താങ്കൾ ഉന്നയിച്ച വിഷയത്തിന് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പുറത്തെ ഭാഗത്ത് ചോദ്യം മാത്രം ഉത്തരം വേണ്ടേ? സമയം കഴിയുമ്പോൾ യോഗത്തിൽ കൊണ്ടുവന്നിരുത്തിയാൽ ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ ശ്രീ ഷഫീർ? അത് അല്ല, ഉത്തരം കേൾക്കൂ. ശരി, ജയിക്കിന്റെ മറുപടി കേൾക്കൂ പ്ലീസ്. പറയൂ, മറുപടി പറയൂ. ഞാൻ പറഞ്ഞല്ലോ,
ഭീഷണിയും വേണ്ട. കോൺഗ്രസ് പ്രതിനിധി വിഷമിക്കേണ്ടെന്നേ, ഒരു വിഷമമില്ല, തർക്കിച്ചു തന്നെ പോവാ. ഞാൻ പറഞ്ഞത് കേട്ട് അങ്ങ് പേടിച്ചോ? ആര് പേടിക്കുവാൻ? ഞാൻ പറഞ്ഞത് കേട്ട് അങ്ങ് പേടിച്ചോ? മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ഞങ്ങൾ നിർത്തിയത്. തന്റെ ഇടമുണ്ടെങ്കിൽ ഇപ്പൊ ഈ മര്യാദയാണോ? മര്യാദയാണോ? നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് ശരി, അല്ല ശ്രീ ഷഫീറിനെ അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കും, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. പറഞ്ഞുകൊണ്ട് ഭീഷണിയൊന്നും വേണ്ട. ശരി, ഇല്ല, ആരെയും ഭീഷണിയൊന്നും പെടുന്നില്ല. ശ്രീ ജയ്ക്ക് താങ്കളുടെ സമയമാണ്, താങ്കളുടെ അവസരമാണ്, താങ്കളാണ് പറയേണ്ടത്. പറയൂ. ഇങ്ങനെ മര്യാദകെട്ട നിലയിൽ ഒരു പാനലിസ്റ്റ് പെരുമാറിയാൽ ആർക്കും വാക്കുകൾ വാഗ്വാദത്തിലേക്ക് പോയാൽ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. കുടുംബത്തിനെതിരായി KSU പ്രേക്ഷകർക്കാണല്ലോ ഇത് അറിയേണ്ടത്. പ്രാഥമിക റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് തുടരന്വേഷണം നടത്താൻ തന്നെ ശരി, ഓക്കെ. VP ദിവ്യയുടെ വിഷയം പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ വിഷയം പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മകളും കുട്ടിയെ കൊണ്ടുവന്നിരുത്തി സർക്കാരിന്റെ ഉന്നതതല യോഗത്തിൽ അതിന് മറുപടി കൂടി കേൾക്കൂ. ബന്ധപ്പെട്ട യോഗത്തിൽ കൊണ്ടുവന്നിരുത്തി അനുചിതത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഭീഷണിയൊന്നും വേണ്ട. ശരി, ആ മറുപടി കേൾക്കൂ. ജയിക്കുന്ന മറുപടി. എനിക്ക് സമയമില്ല, താങ്കളുടെ അവസരമാണ്, മറുപടി പറയൂ. ഇല്ല, ബാക്കി 5 മിനിറ്റ് അദ്ദേഹത്തിന് കൊടുക്കും. കുറച്ചു പേരുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും അപകസിക്കട്ടെ. നിലവാരമുള്ളതായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറയട്ടെ. അല്ല, അയാൾ പറയട്ടെ. രേഖ ഞാൻ തരാം. എനിക്കിപ്പോ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസ് അയച്ചെന്ന രേഖ, കരാറിന്റെ രേഖ കാണോ? ഇപ്പൊ ഞാൻ അഭിലാഷ് അയച്ചു കൊടുക്കാം. ഗംഭീരാകും. എഴുതി തയ്യാറാക്കിയ രേഖ വേണം, വായിക്കണോ? ശരി. അപ്പോ